ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന തത്വം രാജ്യത്തിന്റെ വികസനത്തിന് സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സംസ്കാരത്തിന് ആഗോളതലത്തിൽ സ്വീകാര്യതയേറുന്നതായും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ശുചിത്വത്തിനും സ്വദേശി ഉൽപ്പന്നങ്ങൾക്കും ഊന്നൽ നൽകി ഉത്സവങ്ങൾ ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമെന്നും അത് തുടരാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉടൻ മാറുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. കോഴിക്കോട് വയനാട് അതിർത്തിയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം, സ്വയം പര്യാപ്ത ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ എന്നീ മന്ത്രങ്ങളുമായി രാജ്യം മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 125-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന തീരുമാനം മുറുകെ പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശുചിത്വത്തിന് ഊന്നൽ നൽകുന്നത് ഉത്സവങ്ങളുടെ ശോഭ വർദ്ധിപ്പിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ NDRF, SDRF ഉദ്യോഗസ്ഥർ, സുരക്ഷാ സേനകൾ തുടങ്ങിയവർ നടത്തിയ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായം സൈനികർ ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തിയതായും ശ്രീ മോദി പറഞ്ഞു. UPSC പരീക്ഷകളിൽ വിവിധ ഘട്ടങ്ങൾ വിജയിക്കുകയും എന്നാൽ അന്തിമ പട്ടികയിൽ ഇടം നേടാതിരിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രതിഭ സേതുവിനെ കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രതിപാദിച്ചു. ഇത്തരം ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് ലഭ്യമാക്കാനും അവിടങ്ങളിൽ അവർക്ക് നിയമനം ലഭിക്കാനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കും. ഈ പോർട്ടലിലൂടെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. प्रतिभा सेतु में उन उम्मीदवारों का डेटा रखा गया है जिन्होंने UPSC की अलग अलग परीक्षाओं के सभी चरण पास किए, लेकिन अंतिम मेरिट लिस्ट में उनका नाम नहीं आ पाया. इस पोर्टल से प्राइवेट कंपनियों इन होनहार स्टूडेंट्स की जानकारी लेकर उन्हें अपने यहाँ नियुक्ति दे सकती है. കർഷകരുടെ ജീവിതത്തെ സൗരോർജ്ജ മേഖലയിലെ മുന്നേറ്റം മാറ്റിമറിക്കുന്നു. സൗരോർജ്ജ പമ്പ് ഉപയോഗിച്ച് 40 ഏക്കറിലധികം ഭൂമിയിലേക്ക് ജലസേചനം നടത്തുന്ന ബീഹാറിലെ മുസാഫർപൂർ സ്വദേശിനി ദേവ്കിയെ പ്രധാനമന്ത്രി പരിപാടിയിൽ പരാമർശിച്ചു. രാജ്യത്തിന്റെ ഐക്യം വികസനത്തിന് സുപ്രധാനമാണെന്നും അതിൽ കായിക മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ നടന്ന ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. റോയൽ പ്രീമിയർ ലീഗിനിടെ ജമ്മു കശ്മീരിലെ പുൽവാമയിൽ നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ റെക്കോർഡ് ആളുകൾ ഒത്തുകൂടി. ജർമ്മൻ ഫുട്ബോൾ കളിക്കാരനും പരിശീലകനുമായ ഡയറ്റ്മാർ ബെയസ്ഡോഫർ ലെക്സ് ഫ്രീഡ്മാനുമായുള്ള തന്റെ പോഡ്കാസ്റ്റ് കേട്ടുവെന്നും മധ്യപ്രദേശിലെ ഷഹദോലിലെ യുവ ഫുട്ബോൾ കളിക്കാരുടെ ജീവിതയാത്രയിൽ അദ്ദേഹത്തിന് മതിപ്പുളവായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാമായണത്തോടും ഇന്ത്യൻ സംസ്കാരത്തോടുമുള്ള താൽപര്യം ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വളരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ രാമായണത്തെ ആസ്പദമാക്കി കുട്ടികളുടെ ചിത്രപ്രദർശനം നടന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അവബോധം വളരുന്നത് സന്തോഷകരമാണെന്നും ശ്രീ മോദി പറഞ്ഞു. ഹൈദരാബാദ് വിമോചനം സാധ്യമാക്കിയ ഓപ്പറേഷൻ പോളോയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു. ഇത് സാധ്യമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ശബ്ദശകലം മൻ കി ബാത്തിൽ അദ്ദേഹം പങ്കുവച്ചു. അടുത്ത മാസം ഹൈദരാബാദ് വിമോചന ദിനം ആഘോഷിക്കുമ്പോൾ ഓപ്പറേഷൻ പോളോയിൽ പങ്കെടുത്തവരുടെ ധീരത രാജ്യം അനുസ്മരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. अगस्त 1947 में भारत को आजादी मिली तो हैदराबाद अलग ही स्थिति में था. आखिरकार सरदार पटेल ने मामले को अपने हाथ में लिया. उन्होंने सरकार को ऑपरेशन पोलो शुरू करने के लिए तैयार किया. रिकॉर्ड समय में हमारी सेनाओं ने हैदराबाद को निजाम की तानाशाही से आजाद कराया और उसे भारत का हिस्सा बनाया. पूरे देश ने इस सफलता का उत्सव मनाया. മരപ്പണിക്കാർ, കൽപ്പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, മൺപാത്ര നിർമ്മാതാക്കൾ, ശില്പികൾ എന്നിവർ ഇന്ത്യയുടെ അഭിവൃദ്ധിയുടെ അടിത്തറയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കരകൌശല വിദ്യ, ശാസ്ത്രം എന്നിവ തലമുറകളിലേക്ക് കൈമാറുന്ന വിശ്വകർമ്മജർക്ക് സമർപ്പിക്കപ്പെട്ടതാണ് സെപ്റ്റംബർ 17 ആഘോഷിക്കുന്ന വിശ്വകർമ്മ ജയന്തി ദിനം. മഹാനായ എഞ്ചിനീയർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. യന്ത്രങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നവരാണ് എഞ്ചിനീയർമാർ.
ഗണേശോത്സവം ഉൾപ്പെടെ വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ സ്വദേശി, ശുചിത്വം എന്നിവ മുറുകെ പിടിക്കണം. ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ മൻ കി ബാത്ത് പരിപാടിക്ക് പ്രധാനമാണെന്നും തുടർന്നും അവ അയക്കണമെന്നും ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. UPSC ഉദ്യോഗാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ പ്രതിഭാ സേതു സംവിധാനം ആരംഭിച്ചതിൽ വളരെ സന്തോഷമെന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശിനി ഗോപിക ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഈ പരീക്ഷയിൽ വിജയിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നിരന്തരമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നത്. എന്നിരുന്നാലും കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന രീതിയിലാണ് ഈ പ്രതിഭാ സേതു പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ എന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതിലുള്ള വലിയ സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനയിലെ ടിയാൻജിനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര വിശ്വാസം, ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിർത്തിയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിച്ചതായും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. हमारे स्पेशल रिप्रेजेंटेटिव्स के बीच बॉर्डर मैनेजमेंट के संबंध में सहमति बनी. कैलाश मानसरोवर यात्रा फिर से शुरू की. दोनों देशों के बीच डायरेक्ट फ्लाइट भी फिर से शुरू की जा रही है. हमारे सहयोग से दोनों देशों के 2.8 बिलियन लोगों के हित जुड़े हुए. SCO അംഗരാജ്യ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി സ്വാഗത വിരുന്നിലും പങ്കെടുക്കും. 2017 ഇന്ത്യ SCOയിൽ അംഗമായത്. ചൈന സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് രാവിലെ ടിയാൻജിനിലെത്തി. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തുർക്കി, ഇറാൻ പ്രസിഡന്റുമാരുൾപ്പെടെ ഉള്ള വിദേശ നേതാക്കളുമായും പുടിൻ ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കടപ്പാക്കട ആശ്രാമം ഡിവിഷനിൽ മൻ കി ബാത്ത് പ്രക്ഷേപണത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ശ്രീ ജോർജ് കുര്യൻ സംബന്ധിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നിർവഹിച്ചു. വിഷയത്തിൽ സംസ്ഥാന നിയമത്തിന്റെ കരട് ബിൽ തയ്യാറായതായി മുഖ്യമന്ത്രി പറഞ്ഞു. വനാതിർത്തിയിലെ സ്മാർട്ട് ഫെൻസിംഗ് പദ്ധതി പ്രഖ്യാപനം, ഇക്കോ ടൂറിസം മൊബൈൽ ആപ്പ് പ്രകാശനം, ആറളം ശലഭഗ്രാമത്തിന്റെ പ്രഖ്യാപനം, ആരണ്യം പ്രകാശനം തുടങ്ങിയവയും ചടങ്ങിൽ നടന്നു. കോഴിക്കോട് വയനാട് അതിർത്തിയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ്. താമരശ്ശേരി ചുരത്തിന് ബദലായാണ് 8.73 കിലോമീറ്റർ നീളമുള്ള 4 വരി തുരങ്കപാത നിർമ്മിക്കുന്നത്. 2134 കോടി രൂപ പദ്ധതി ചിലവിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർവഹണ ചുമതല. കേരളത്തിൽ എല്ലാ റേഷൻ കടകളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നു. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവും സ്പെഷ്യൽ അരിയുടെ വിതരണവും ഇന്ന് പൂർത്തിയാക്കും. സ്റ്റോക്ക് എടുപ്പ് കണക്കിലെടുത്ത് നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉടൻ മാറുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാനമന്ത്രി ജൻധൻ യോജന മുതൽക്കൂട്ടായതായി അദ്ദേഹം പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ-ജൂൺ പാദത്തിൽ ഇന്ത്യയുടെ GDP 7.8% വളർച്ച കൈവരിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. ബീഹാറിലെ രാജ്ഗിർ ഇന്റർനാഷണൽ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3 മണിക്കാണ് മത്സരം. പൂൾ എയിൽ മത്സരിക്കുന്ന ഇരു ടീമുകളും ആദ്യ മത്സരം വിജയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിവിധ നഗര വനവൽക്കരണ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഗുജറാത്തിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന തത്വം രാജ്യത്തിന്റെ വികസനത്തിന് സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സംസ്കാരത്തിന് ആഗോളതലത്തിൽ സ്വീകാര്യത ഏറുന്നതായും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ശുചിത്വത്തിനും സ്വദേശി ഉൽപ്പന്നങ്ങൾക്കും ഊന്നൽ നൽകി ഉത്സവങ്ങൾ ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമെന്നും അത് തുടരാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉടൻ മാറുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര.
കോഴിക്കോട് വയനാട് അതിർത്തിയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.